എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് SCERT സ്റ്റാൻഡേർഡ് 8 ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രം രണ്ടാമത്തെ ചാപ്റ്ററുമായിട്ടാണ്. കോശജാലങ്ങൾ എന്നാണ് രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര്. ഇതിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കി പോവാം. ഒന്നാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ പ്രധാന കോശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നാഡീകോശങ്ങളുണ്ട്, രക്തകോശങ്ങളുണ്ട്, പേശീകോശങ്ങളുണ്ട്, അസ്ഥികോശങ്ങളുണ്ട്. മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട കോശങ്ങൾ നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ, പേശീകോശങ്ങൾ, അസ്ഥികോശങ്ങൾ എന്നിവയാണ്. മനുഷ്യ ശരീരത്തിൽ എത്ര വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്? 200ഓളം. മനുഷ്യ ശരീരത്തിൽ എത്ര വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 200 തരം കോശങ്ങളുണ്ട്. ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക കർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടം എന്തു പേരിൽ അറിയപ്പെടുന്നു? കലകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക കർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടം എന്തു പേരിൽ അറിയപ്പെടുന്നു? കലകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ശരീരം രൂപം പ്രാപിച്ച ഒറ്റ കോശമാണ് സിക്താണ്ഡം. നമ്മുടെ ശരീരം രൂപം പ്രാപിച്ച ഒറ്റ കോശമാണ് സിക്താണ്ഡം. എന്താണ് കോശ വൈവിധ്യവൽക്കരണം? ഭ്രൂണകോശങ്ങൾ ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്നു. ഭ്രൂണകോശങ്ങൾ ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്നതിനെയാണ് നമ്മൾ കോശ വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത്. ഏതു കോശമായും മാറാൻ കഴിയുന്ന സവിശേഷ കോശങ്ങൾ അറിയപ്പെടുന്നത് വിത്തുകോശം എന്നാണ്. ഏതു കോശമായും മാറാൻ കഴിയുന്ന സവിശേഷ കോശങ്ങൾ അറിയപ്പെടുന്നത് വിത്തുകോശം എന്നാണ്. വിത്തുകോശത്തിന്റെ മറ്റൊരു പേരാണ് മൂലകോശം. വിത്തുകോശത്തിന്റെ മറ്റൊരു പേരാണ് മൂലകോശം. വിത്തുകോശങ്ങൾ അടങ്ങിയ ശരീരഭാഗമാണ് ത്വക്കും അന്നപദവും. വിത്തുകോശങ്ങൾ അടങ്ങിയ ശരീരഭാഗങ്ങളാണ് ത്വക്കും അന്നപദവും. കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്കു പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് വിത്തുകോശത്തിൽ നിന്നാണ്. കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്കു പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ വിത്തുകോശത്തിൽ നിന്നാണ്. ശരീരത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഭാഗമാണ് ആവരണകല. ശരീരത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഭാഗമാണ് ആവരണകല. ആവരണകലകളുടെ ധർമ്മമാണ് സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നിവ. ആവരണകലകളുടെ ധർമ്മമാണ് സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നിവ. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ജന്തുകലയാണ് നാഡീകല. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ജന്തുകല നാഡീകലയാണ്. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്ന ജന്തുകലയാണ് നാഡീകല. ശരീരത്തിന് അകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്ന ജന്തുകലയാണ് നാഡീകല. സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയ ജന്തുകലയാണ് പേശീകല. സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിട്ടുള്ള ജന്തുകലയാണ് പേശീകല എന്ന് പറയുന്നത്. പേശീകലയുടെ ധർമ്മം എന്താണ് എന്നാണ് അടുത്ത ചോദ്യം. പേശീകലയുടെ ധർമ്മം ശരീരചലനം സാധ്യമാക്കുന്നു എന്നുള്ളതാണ്. പേശീകലയുടെ ധർമ്മം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരീരചലനം സാധ്യമാക്കുന്നു. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ ഏത് തരം കലയാണ്? യോജക കലയാണ്. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ
ഏത് തരം കലയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യോജക കലയാണ് എന്നുള്ളത് തിരിച്ചറിയാം. ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്ന ഭാഗം അസ്ഥിയും തരുണാസ്ഥിയുമാണ്. ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്ന ഭാഗം അസ്ഥിയും തരുണാസ്ഥിയുമാണ്. ഇതര കലകളെ ബന്ധിപ്പിക്കുന്ന കല നാരുകലയാണ്. ഇതര കലകളെ ബന്ധിപ്പിക്കുന്ന കല നാരുകല. രക്തത്തിന്റെ ധർമ്മം പദാർത്ഥ സംവഹനവും രോഗപ്രതിരോധവുമാണ്. രക്തത്തിന്റെ ധർമ്മം പദാർത്ഥ സംവഹനവും അതേപോലെ തന്നെ രോഗപ്രതിരോധവുമാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും വൈവിധ്യമാർന്നതുമായിട്ടുള്ള കലകൾ യോജക കലകളാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും വൈവിധ്യമാർന്നതുമായിട്ടുള്ള കലകൾ ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് യോജക കലകളാണ്. സസ്യങ്ങളിൽ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന കോശങ്ങളാണ് മെരിസ്റ്റമിക കലകൾ. സസ്യങ്ങളിൽ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന കോശങ്ങളാണ് മെരിസ്റ്റമിക കലകൾ എന്നറിയപ്പെടുന്നത്. സസ്യവളർച്ചയ്ക്ക് സഹായിക്കുന്നത് എന്തിന്റെ വിഭജനമാണ്? മെരിസ്റ്റമിക കലയുടെ വിഭജനമാണ്. സസ്യവളർച്ചയ്ക്ക് സഹായിക്കുന്നത് എന്തിന്റെ വിഭജനമാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെരിസ്റ്റമിക കലയുടെ വിഭജനമാണ്. സസ്യകലകൾ രൂപപ്പെടുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെരിസ്റ്റമിക കലയുടെ ഭാഗത്ത് നിന്നാണ്. സസ്യകലകൾ രൂപപ്പെടുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെരിസ്റ്റമിക കലയുടെ ഭാഗത്ത് നിന്നാണ്. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന സസ്യകലയാണ് പാരൻകൈമ. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന സസ്യകലയാണ് പാരൻകൈമ. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്ന സസ്യകല പാരൻകൈമയാണ്. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്ന സസ്യകല പാരൻകൈമയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്ന സസ്യകല പാരൻകൈമയാണ്. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്ന സസ്യകല പാരൻകൈമയാണ്. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന സസ്യകലയാണ് കോളൻകൈമ. ഓരോന്നും പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന സസ്യകലയാണ് കോളൻകൈമ. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്ന സസ്യകല കോളൻകൈമയാണ്. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്ന സസ്യകല കോളൻകൈമയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന സസ്യകല സ്ക്ലീറൻ കൈമയാണ്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന സസ്യകല സ്ക്ലീറൻ കൈമയാണ്. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന സസ്യകല സ്ക്ലീറൻ കൈമയാണ്. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന സസ്യകല സ്ക്ലീറൻ കൈമയാണ്. സംവഹനകലയുടെ ധർമ്മം സസ്യങ്ങളിൽ വേരാഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നു. സംവഹന കലയുടെ ധർമ്മം സസ്യങ്ങളിൽ വേരാഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നു എന്നുള്ളതാണ്. സംവഹനകലയുടെ മറ്റൊരു പേര് സങ്കീർണ കലകൾ എന്നാണ്. സംവഹനകലയുടെ മറ്റൊരു പേര് സങ്കീർണ കലകൾ
എന്നാണ്. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലെത്തിക്കുന്ന സംവഹന കലയാണ് സൈലം. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലെത്തിക്കുന്ന സംവഹന കല ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൈലം. ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന സംവഹന കലയാണ് സൈലം. ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന സംവഹന കല സൈലമാണ്. നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്ന സങ്കീർണ കലയാണ് സൈലം എന്ന് പറയുന്നത്. നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്ന സങ്കീർണ കലയാണ് സൈലം. കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്ന സംവഹന കല ഫ്ലോയമാണ്. കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്ന സംവഹന കല ഫ്ലോയം. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സംവഹന കല ഫ്ലോയമാണ്. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സംവഹന കല ഫ്ലോയം. എന്താണ് ജീവന്റെ അടിസ്ഥാന ഘടകം? കോശങ്ങളാണ് ജീവന്റെ അടിസ്ഥാന ഘടകം. എന്താണ് ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കോശങ്ങളാണ്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ. PSC നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായി, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. എന്തു തരത്തിലുള്ള മാറ്റമാണ് വീഡിയോകൾക്ക് ആവശ്യമെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ടെഡി വെൽ.